ഹലോ. അപ്പം ഞാൻ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോസിൻ്റെ താഴെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരിങ്ങനെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാമെന്ന്. അപ്പോൾ ഇന്ന് മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ കാണിക്കാമെന്ന് വെച്ച് ഞാൻ. അപ്പോൾ ഇതാണ് ഞാൻ ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. ഈ സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. അതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോണറാണ് കേട്ടോ. ടോണർ പ്ലമ്മിൻ്റെ ടോണറാണ്. ഈ ടോണർ ഞാൻ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. നല്ല സുഖമാണ്. ഡാബ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടോണറാണ്. ഉണ്ട്. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സെറമാണ്. ഈ സെറവും ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സെറമാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നിട്ട് ഇങ്ങനെ ഈ ഫിംഗർ ടിപ്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് ഇറക്കണം. ശരിക്കും ഒരു കുറച്ച് സെക്കൻഡ്സ് ഇതിങ്ങനെ സ്കിൻ അബ്സോർബ് ചെയ്യാൻ വിടണമെന്നാണ് പറഞ്ഞത്. നമ്മളിങ്ങനെ ലെയറായിട്ട് പെട്ടെന്ന് നോക്കുന്ന ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്. കുറച്ചൊന്ന് സ്കിന്നൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് വിടണമെന്നാണ് പൊതുവേ പറയുക. ഓക്കെ. നമുക്ക് ഇങ്ങനൊന്ന് സ്കിന്നിലേക്ക് ആക്കാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സിമ്പിളിൻ്റെ. ഇതും ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. ഇത് ശരിക്കും ഡ്രൈ സ്കിന്നാണ്. പക്ഷേ എൻ്റെ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ്. അതിന് പക്ഷേ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതാണ് ഇടുന്നത്. കുറച്ചിങ്ങനെ കഴുത്തിലിടും. ഓൾറെഡി ഓൾമോസ്റ്റ് ഇത് തീർന്നു യൂസ് ചെയ്ത്. എന്നിട്ട് ഇത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. ഇതൊരു വൈറ്റമിൻ സി ഒക്കെ വരുന്ന ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. നല്ല മോയ്സ്ചറൈസറാണ്. നമ്മുടെ ഫേസിൽ അങ്ങനെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില മോയ്സ്ചറൈസർ ആണെങ്കിൽ പോലും വൈറ്റ് കാസ്റ്റ് ഉള്ളതുണ്ട്. അതൊന്നുമില്ല. ഫേസിൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ഇടാനും ഒക്കെ നല്ല ഈസി ആയിട്ട് ഇടാനും പറ്റും. ഉണ്ടോ? അപ്പോൾ അതാണ് മോയ്സ്ചറൈസർ. നമ്മൾ ചെവിയിലുമൊക്കെ അപ്ലൈ ചെയ്യണം, കഴുത്തിലുമൊക്കെ. എന്നിട്ടൊരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം വേണം അടുത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട്. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ആക്നെ UV ജെൽ യൂസ് ചെയ്യാറുണ്ട് സൺസ്ക്രീനിന്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെയാണ്. അതും നല്ലൊരു സൺസ്ക്രീനാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇത് ഡോക്ടർ ഷീറ്റിൻ്റെ ആണ്. ഇതും ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. ടീനേജേഴ്സിൻ്റെ സ്കിൻ കെയറിൻ്റെ പ്രോഡക്ട്സിനകത്ത് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഇടും. ഇതിപ്പോൾ നമുക്ക് മൺസൂൺ സീസൺ ആണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും യൂസ് ചെയ്യാതെ പുറത്ത് പോകരുത്. നല്ല പണി കിട്ടും. കാരണം സൺസ്ക്രീൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സൺസ്ക്രീനും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പം കറൻ്റ്ലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. നല്ലൊരു സൺസ്ക്രീനാണ്. വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വൈറ്റമിൻ സി ഒക്കെ വരുന്നതാണ്. സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി ആ രണ്ട് കണ്ടൻറ്റ് വരുന്നതാണ്. നല്ലൊരു എന്താ പറയുക സൺസ്ക്രീനാണ്. ഒട്ടും വൈറ്റ് കാസ്റ്റോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെയാണ്. ഉണ്ടോ? സൺസ്ക്രീൻ ഇട്ടിട്ട് വൈറ്റ് കാസ്റ്റോ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പാടോ ഒന്നുമില്ല. ഭയങ്കരമായിട്ട് കണ്ടോ അങ്ങ് ഗ്ലൈഡായിട്ട് അങ്ങ് പോകും. നമ്മളിങ്ങനെ ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സൺസ്ക്രീൻ അല്ലെങ്കിലും ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കേണ്ട. ഒരു ലെയറായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്താൽ മതി. ഡാബ് ചെയ്ത് പോയാൽ മതി. അപ്പം ഇത്രയേ ഉള്ളൂ. ചെവിയിലുമൊക്കെ ഇടണം. ലിപ് ബാമിന് ഞാനിവിടെ യൂസ് ചെയ്യുന്ന വിൽവേഡയാണ്. ഇതും ഞാൻ ആസ് യൂഷ്വൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ലൊരു ലിപ് ബാമാണ്. അതുപോലെ തന്നെ
ഡീകൺസ്ട്രക്റ്റിൻ്റെയും നല്ലൊരു, ഡോക്ടർ ഷീത്ത് അല്ല, ഡീകൺസ്ട്രക്റ്റിൻ്റെയും നല്ലതാണ്. ഇത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ്തത് ഇത്ര ആയിട്ടുണ്ട്. ഇതും ഞാൻ അപ്ലൈ ചെയ്യും. ചെറിയൊരു ടിൻ്റ് ഉണ്ട് കേട്ടോ, ഒരു റെഡ് കളറുണ്ട്, എന്നാൽ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സീ യു, ഉമ്മ, ബൈ.